എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഡി സി മോട്ടേഴ്സിനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഡി സി ജനറേറ്ററിനെ കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചത്. അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസും സംശയങ്ങളും കമൻസും ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് യൂട്യൂബ് ചാനലിലോ അല്ലെങ്കിൽ നമ്മളുടെ ടെലഗ്രാം ചാനലിലോ നിങ്ങൾ മാർക്കൗട്ട് ചെയ്യുക. ഇന്ന് നമ്മൾ എടുക്കുന്ന പോർഷൻ ഡി സി മോട്ടറാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് ഡി സി മോട്ടർ. ഡി സി ജനറേറ്റർ പോലെ തന്നെ ആദ്യം നമ്മൾ പഠിച്ചിരുന്ന ഡി സി ജനറേറ്റർ മോട്ടറിനും സെയിം മെക്കാനിക്കൽ സ്ട്രക്ചർ തന്നെയാണ്. ഒരു സ്റ്റേറ്റർ ഉണ്ടാവും, ഒരു റോട്ടർ ഉണ്ടാവും. റോട്ടർ കറങ്ങും. സ്റ്റേറ്റർ ഈസ് സ്റ്റേഷനറി. സ്റ്റേറ്റർ സ്ഥിരമായിട്ട് നിൽക്കുകയാണ്, അതിന് മൂവ്മെൻ്റ് ഒന്നുമില്ല. ആർമേച്ചർ അല്ലെങ്കിൽ റോട്ടറാണ് കറങ്ങുന്നത്. ആൻ ഇലക്ട്രിക് മോട്ടർ ഈസ് എ മെഷീൻ വിച്ച് കൺവേർട്സ് ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജി. ഒരു മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുന്ന മെഷീനാണ് ഡി സി ഇലക്ട്രിക് മോട്ടോർ എന്ന് പറയുന്നത്. ഡി സി ആയാലും എ സി ആയാലും ഇലക്ട്രിക് മോട്ടോർ എന്ന് പറയുന്നത് മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുന്ന മെഷീനാണ്. അതുപോലെ തന്നെ ജനറേറ്റർ ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ജനറേറ്റർ. Its action is based on the principle that when a current carrying conductor is placed in a magnetic field, it experiences a mechanical force. ഒരു മാഗ്നറ്റിക് ഫീൽഡ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് അതിലൊരു മെക്കാനിക്കൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന എക്സെർട്ട് ചെയ്യും എന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ ഈ ഇലക്ട്രിക് മോട്ടർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഹൂസ് ഡയറക്ഷൻ ഈസ് ഗിവൺ ബൈ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് ഫോഴ്സ് ഈസ് എഫ് ഈസ് ഈക്വൽ ടു BA ന്യൂട്ടൺ, വെയർ എഫ് ഈസ് ദ ഫോഴ്സ്, ബി ഈസ് ദ ഫ്ലക്സ് ഡെൻസിറ്റി ഇൻ വെബർ പെർ മീറ്റർ സ്ക്വയർ, ദെൻ എൽ ഈസ് ദ ലെങ്ത്, ഐ ഈസ് ദ കറണ്ട്. ഫിഗർ ഷോസ് ദ മൾട്ടിപോളർ ഡി സി മോട്ടോർ. ഒന്നിലധികം പോൾസ് ഉള്ള ഡി സി മോട്ടറാണ് നമ്മൾ കണ്ടത്. വെൻ ഇസ് ഫീൽഡ് മാഗ്നറ്റ്സ് ആർ എക്സൈറ്റഡ് ആൻഡ് ഇസ് ആർമേച്ചർ കണ്ടക്ടേഴ്സ് ആർ സപ്ലൈഡ് വിത്ത് കറണ്ട് ഫ്രം ദ സപ്ലൈ മെയിൻസ്, ദേ എക്സ്പീരിയൻസ് ദ ഫോഴ്സ് ടെൻഡിങ് ടു റൊട്ടേറ്റ് ദ ആർമേച്ചർ. ഫീൽഡ് മാഗ്നറ്റ് എക്സൈറ്റ് ചെയ്തിട്ടുണ്ട്, ചാർജ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആർമേച്ചർ കണ്ടക്ടറിൽ സപ്ലൈ മെയിൻസിൽ നിന്ന് സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ദേ എക്സ്പീരിയൻസ് ദ ഫോഴ്സ് ടെൻഡിങ് ടു റൊട്ടേറ്റ് ദ ആർമേച്ചർ. അപ്പോൾ ആർമേച്ചർ പതുക്കെ കറങ്ങാൻ തുടങ്ങും. ആർമേച്ചർ കണ്ടക്ടേഴ്സ് അണ്ടർ നോർത്ത് പോൾ ആർ അസ്യൂം ടു ക്യാരി കറണ്ട് ഡൗൺവേർഡ്സ് ആൻഡ് ദോസ് അണ്ടർ സൗത്ത് പോൾ ക്യാരി കറണ്ട് അപ്വേർഡ്സ്. അതും നമുക്കറിയാം. നോർത്ത് പോളിന് അടുത്തുള്ള ആർമേച്ചർ കണ്ടക്ടേഴ്സ് കറണ്ട് ഡൗൺവേർഡ്സിലെടുക്കുന്നു. സൗത്ത് പോളിലുള്ള ആർമേച്ചർ അപ്പ് വേർഡിൽ കറണ്ട് മൂവ് ചെയ്യുന്നു. By applying Fleming's left-hand rule, the direction of the force on each conductor can be found and marked by small arrows near the conductors. In the armature, each conductor experiences a force F which tends to rotate the armature in anti-clockwise direction. The function of the commutator, നമ്മൾ നേരത്തെ പഠിച്ചു. കമ്മ്യൂട്ടേറ്ററിൽ ജനറേറ്ററിൻ്റെ ഫംഗ്ഷൻ പോലെ തന്നെ ഇവിടെയും ദ ഫങ്ഷൻ ഓഫ് ദി കമ്മ്യൂട്ടേറ്റർ ഇൻ ഡി സി മെഷീൻ ഈസ് റിവേഴ്സിംഗ് ദ കറണ്ട് ഇൻ ഈച്ച് കണ്ടക്ടർ ആസ് ഇറ്റ് പാസസ് ഫ്രം വൺ പോൾ ടു അതർ ആൻഡ് ഹെൽപ്സ് ടു ഡെവലപ്പ് എ കണ്ടിന്യൂവസ് യൂണിഡയറക്ഷൻ ടോർക്ക്. നമ്മൾ ജനറേറ്ററിൽ പഠിച്ച പോലെ തന്നെ ഈ കമ്മ്യൂട്ടേറ്ററിൻ്റെ ഫങ്ഷനും എന്താണ്? ഡി സി മെഷീനിൽ റിവേഴ്സിംഗ് ദ കറണ്ട് ഇൻ ഈച്ച് കണ്ടക്ടർ. ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഉണ്ടാകുന്ന ഒരു സിംഗിൾ പോൾ ജനറേറ്ററിൽ നമ്മൾ അതിൻ്റെ ഡയറക്ഷൻ യൂണിഡയറക്ഷനാക്കാൻ വേണ്ടിയിട്ടാണ് കമ്മ്യൂട്ടേറ്റർ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ലോഡിലേക്ക് കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ സപ്ലൈയിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ഡിവൈസായിട്ടും കമ്മ്യൂട്ടേറ്റർ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ആർമേച്ചർ കോറ് കാണുന്നുണ്ട്, പോള് കാണുന്നുണ്ട് അല്ലേ? പോളിൽ അടുത്തുള്ള നോർത്ത് പോളിന് അടുത്തുള്ളത് ഡൗൺ വേഡും സൗത്ത് പോളിലുള്ളത് അപ്പ് വേഡും.
In an actual motor with slotted armature, the torque is not due to mechanical force on the conductors themselves, but due to tangential pull on the armature teeth as shown in figure. കൂടാതെ പോളിൽ നിന്നുള്ള ഈ ആർമേച്ചർ ടൂത്തിലേക്കുള്ള ഫോഴ്സും ടാൻജൻഷ്യൽ പുള്ളും സാധാരണ ഡി സി മോട്ടറിനെ ആക്ട് ചെയ്യാനായിട്ട് അവസരം കിട്ടുന്നുണ്ട്. അടുത്താണ് സിഗ്നിഫിക്കൻസ് ഓഫ് ബാക്ക് ഇ എം എഫ്. ബാക്ക് ഇ എം എഫിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? വെൻ ദി മോട്ടോർ ആർമേച്ചർ റൊട്ടേറ്റ്സ്, ദി കണ്ടക്ടേഴ്സ് ഓൾസോ റൊട്ടേറ്റ്സ് ആൻഡ് ഹെൻസ് കട്ട് ദ ഫീൽഡ് ഫ്ലക്സസ്. മോട്ടോർ കറങ്ങുന്ന സമയത്ത് വീണ്ടും കണ്ടക്ടേഴ്സ് എന്ത് ചെയ്യും? ഈ ഫീൽഡ് ഫ്ലക്സിനെ വീണ്ടും കട്ട് ചെയ്യുകയാണ്. അക്കോർഡിംഗ് ടു ദ ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് ഇൻഡ്യൂസ്ഡ് ഇൻ ദം, whose direction is found by Fleming's right hand rule and is in opposition to the applied voltage. അപ്പോൾ അപ്ലൈഡ് വോൾട്ടേജിന് ഒപ്പോസിഷനുള്ള ഒരു ഡയറക്ഷനാണ് അവിടെ ഉണ്ടാകുന്നത്. ബിക്കോസ് ഓഫ് ദിസ് ഒപ്പോസിറ്റ് ഡയറക്ഷൻ ഇറ്റ് ഈസ് റെഫേർഡ് ടു ആസ് കൗണ്ടർ ഇ എം എഫ് ഓർ ബാക്ക് ഇ എം എഫ്. അതുകൊണ്ട് തന്നെ ഇതിനെ കൗണ്ടർ ഇ എം എഫ് ഓർ ബാക്ക് ഇ എം എഫ് എന്ന് പറയുന്നു. അപ്പോൾ ബാക്ക് ഇ എം എഫ് എന്ന് പറയുന്നത് എന്താണ്? മോട്ടോർ കറങ്ങി തുടങ്ങി, മോട്ടറിൽ കറണ്ട് ഉണ്ട്, ആർമേച്ചറിൽ കറണ്ട് ഉണ്ട്, ഫീൽഡ് എക്സൈറ്റ് ചെയ്തിട്ടുണ്ട്. ആ മോട്ടോർ കറങ്ങുന്ന സമയത്ത് വീണ്ടും കണ്ടക്ടേഴ്സ് എന്ത് ചെയ്യും? ഈ ഫീൽഡ് ഫ്ലക്സിനെ കട്ട് ചെയ്യും. അപ്പോൾ വീണ്ടും ഫീൽഡിൽ എന്ത് ചെയ്യും? ആർമേച്ചറിൽ എന്ത് ചെയ്യും? ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ കൊണ്ട് ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും. അത് വീണ്ടും ഇതിൻ്റെ കാരണമായിട്ടുള്ള അപ്ലൈഡ് വോൾട്ടേജിനെ ഒപ്പോസ് ചെയ്യും. ഇതിനെയാണ് കൗണ്ടർ ഇ എം എഫ് ഓർ ബാക്ക് ഇ എം എഫ് എന്ന് പറയുന്നത്. ഡയഗ്രമാറ്റിക്കലി നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. ഒരു അപ്ലൈഡ് ഇ എം എഫ് കാണിച്ചിട്ടുണ്ട്, ഒരു വി കാണിച്ചിട്ടുണ്ട്, ഇ ബി എന്ന് പറയുന്ന ബാക്ക് ഇ എം എഫ്, ഐ എ എന്ന് പറയുന്ന കറണ്ട് ആർമേച്ചറിൽ കൂടി ഫ്ലോ ചെയ്യുകയാണ്. അപ്പോൾ വിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ഇ ബി എന്ന് പറയുന്ന ബാക്ക് ഇ എം എഫിൻ്റെ ഡയറക്ഷൻ. യു ക്യാൻ സീ ദാറ്റ്. ദെർഫോർ ആർമേച്ചർ കറണ്ട് ഐ എ ഈസ് ഈക്വൽ ടു നെറ്റ് വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്. നെറ്റ് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈഡ് വോൾട്ടേജ് വി ഉണ്ട്, ബാക്ക് ഇ എം എഫ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വി മൈനസ് ഇ ബി ബൈ ആർ എ, വി മൈനസ് ഇ ബി ബൈ ആർ എ. ഈ ഇക്വേഷൻസൊക്കെ കാണാതെ പഠിക്കണം. കാണാതെ പഠിച്ചാലാണ് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആർമേച്ചർ കറണ്ട് ഡി സി മോട്ടറിലെ ആർമേച്ചർ കറണ്ട് കാണാനായിട്ട് ആർമേച്ചർ കറണ്ട് ഐ എ ഈസ് ഈക്വൽ ടു നെറ്റ് വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ്, ദാറ്റ് ഈസ് അപ്ലൈഡ് വോൾട്ടേജ് വി മൈനസ് ബാക്ക് ഇ എം എഫ് ബൈ ആർ എ, where Ra is the resistance of the armature. EB we can see that phi Zn by P, phi Zn into P by A എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഫൈ എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ആണ്, Z ഒക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. P നമ്പർ ഓഫ് പോൾസ്, A നമ്പർ ഓഫ് പാസ്, ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. Z എന്ന് പറയുന്നത് നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ്, എന്ന് പറയുന്ന RPM, റെവല്യൂഷൻസ് പെർ മിനിറ്റ്. ഇതാണ് വോൾട്ടേജ് ഇക്വേഷൻ ഓഫ് എ മോട്ടോർ. വോൾട്ടേജ് ഇക്വേഷൻ മാർക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു ഫീൽഡുണ്ട്, ഒരു ആർമേച്ചറുണ്ട്. ആർമേച്ചറിൽ വി മാർക്ക് ചെയ്തു, ഇ ബി മാർക്ക് ചെയ്തു, ഐ എ മാർക്ക് ചെയ്തു, ഫീൽഡിലുള്ള ISH മാർക്ക് ചെയ്തു. അപ്പോൾ അപ്ലൈഡ് വോൾട്ടേജ് കൊടുക്കുന്നത് കൊണ്ട് വോൾട്ടേജ് നമ്മൾ മോട്ടറിൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യുവാണ്. ബി എന്ന് പറയുന്ന വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഐ എന്ന് പറയുന്ന കറണ്ട് ഉണ്ടാവും. ഈ ഐ എന്ന് പറയുന്ന കറണ്ട് ആർമേച്ചറിൽ കൂടി ഫ്ലോ ചെയ്യും, ഫീൽഡിൽ കൂടിയും ഫ്ലോ ചെയ്യും. അപ്പം ഇവിടെ ഐ ഈസ് ഈക്വൽ ടു ഐ എ പ്ലസ് ISH ആണ്. ഫീൽഡിലുള്ള കറണ്ട്, ആർമേച്ചർ കറണ്ട്, ടോട്ടൽ കറണ്ടാണ് കൂടുതൽ. ഈ കറണ്ടിനെ ഡിവൈഡ് ചെയ്ത് ആർമേച്ചറിൽ കൂടിയും പോകും, ഫീൽഡിൽ കൂടിയും പോകും. അപ്പോൾ അതുകൊണ്ട് ഐ ഈസ് ഈക്വൽ ടു ഐ എ പ്ലസ് ISH. The voltage V applied across the motor armature has to overcome the back EMF EB. ഈ അപ്ലൈഡ് വോൾട്ടേജിനേക്കാളും അപ്ലൈഡ് വോൾട്ടേജ് ബാക്ക് EMFിനേക്കാളും കൂടിക്കഴിഞ്ഞാൽ മാത്രമാണ് ഈ മോട്ടർ വർക്ക് ചെയ്യാൻ തുടങ്ങുള്ളൂ. അപ്പോൾ ഓവർകം ദ ബാക്ക് EMF ആൻഡ് സപ്ലൈ ദ ആർമേച്ചർ ഓമിക് ഡ്രോപ്പ് IARA. Therefore, V is equal to EB plus IA into RA. V അപ്ലൈഡ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ മിനിമം എന്താണ് വേണ്ടത്? EB പ്ലസ് IAR ആണ്. ബാക്ക് EMFിനേക്കാളും ബാക്ക് EMFും ആർമേച്ചർ ഡ്രോപ്പും കൂട്ടിക്കഴിഞ്ഞാൽ എത്രമാത്രം കിട്ടും? അതിനേക്കാളും കൂടുന്നതാണ്
അപ്ലൈഡ് വോൾട്ടേജ് എങ്കിൽ മാത്രമേ നമുക്ക് മോട്ടർ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ദിസ് ഈസ് നോൺ ആസ് വോൾട്ടേജ് ഇക്വേഷൻ ഓഫ് എ മോട്ടർ. അപ്പോൾ വോൾട്ടേജ് ഇക്വേഷൻ ഓഫ് എ മോട്ടർ ഈസ് ഈക്വൽ ടു വി ഈസ് ഈക്വൽ ടു ഇ ബി പ്ലസ് ഐ എ ആർ എ, വേർ ഇ ബി ഈസ് ദ ബാക്ക് ഇ എം എഫ്, ഐ എ ഈസ് ദ ആർമേച്ചർ കറണ്ട്, ആർ എ ഈസ് ദ ആർമേച്ചർ റെസിസ്റ്റൻസ്. മൾട്ടിപ്ലൈയിങ് ബോത്ത് സൈഡ്സ് ബൈ ഐ എ, രണ്ട് സൈഡിൽ നമ്മൾ ഐ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ വി ഗെറ്റ് വി ഇൻറ്റു ഐ എ ഈസ് ഈക്വൽ ടു ഇ ബി ഐ എ പ്ലസ് ഐ എ സ്ക്വയർ ആർ എ, വേർ വി ഈസ് ദ ഇലക്ട്രിക്കൽ ഇൻപുട്ട് ടു ദ ആർമേച്ചർ, ഇ ബി ഐ എ ഇലക്ട്രിക്കൽ ഈക്വലൻ്റ് ഓഫ് മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് ഇൻ ദ ആർമേച്ചർ, ഐ എ സ്ക്വയർ ആർ ഇസ് ദ കോപ്പർ ലോസ് ഇൻ ദ ആർമേച്ചർ. വി ഐ എ is the electrical input power to the armature, EBIA electrical equivalent to mechanical power developed in the armature, IA square RA is equal to copper loss in the armature. Hence, out of the armature input, some is wasted in I square R loss and the rest is converted to mechanical power within the armature. അപ്പോൾ ഇതിൽ കോപ്പർ ലോസ് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി എല്ലാം നമുക്ക് മെക്കാനിക്കൽ പവറായിട്ട് ഡെവലപ്പ് ചെയ്യും. ഐ എ സ്ക്വയർ ആർ എ മാത്രമാണ് ലോസ് ആയിട്ട് വരുന്നുള്ളൂ. ദെൻ എഫിഷ്യൻസി. The motor efficiency is the ratio of power developed by the armature to its input. Efficiency എപ്പോഴും ഔട്ട്പുട്ട് പവർ ഡിവൈഡ് ബൈ ഇൻപുട്ട് പവറാണ്. ദെർഫോർ ഔട്ട്പുട്ട് പവർ നമുക്കറിയാം ഇ ബി ഐ എ, ഇൻപുട്ട് പവർ വി ഐ എ ആണ്. ഐ എ ക്യാൻസലായ വി ഗെറ്റ് ഇ ബി ബൈ വി. Therefore, condition for maximum power. The gross mechanical power developed by a motor PM, that is the maximum power, is equal to V into IA minus IA square RA. എന്താണ് കാര്യം? കാരണം ഇ ബി ഐ എ എന്ന് പറയുന്നതാണ് ഔട്ട്പുട്ട് പവർ, ഇ ബി ഐ എ എന്ന് പറയുന്നത് വി ഐ എ മൈനസ് ഐ എ സ്ക്വയർ ആർ എ ആണ്. അപ്പോൾ മാക്സിമം പവർ കണ്ടീഷൻ കിട്ടാനായിട്ട് പി ഈസ് ഈക്വൽ ടു വി ഐ എ മൈനസ് ഐ എ സ്ക്വയർ ആർ എ, ഡിഫറൻഷിങ് ബോത്ത് സൈഡ് ബൈ വിത്ത് റെസ്പെക്ട് ടു ഐ എ, ഇക്വേറ്റിംഗ് ദ റിസൾട്ട് ടു 0. അപ്പോൾ നമ്മളെപ്പോഴും മാക്സിമം വാല്യൂ കിട്ടാനായിട്ട് എന്ത് ചെയ്യും? ഈ ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇക്വേറ്റ് ടു 0 നമ്മൾ കൊടുക്കുന്നു. ദെൻ വി ഗെറ്റ് ഡി പി എം ബൈ ഡി ഐ എ ഈസ് ഈക്വൽ ടു വി മൈനസ് 2 ഐ എ ആർ എ, ഐ എ സ്ക്വയർ ആർ എ, വി ഗെറ്റ് 2 ഐ എ ആർ എ ഈസ് ഈക്വൽ ടു 0. Therefore, IA RA is equal to V by 2 and we know that V is equal to EB plus IA RA. Then we get V is equal to EB plus IA RA നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ V by 2 കിട്ടും. Therefore, EB is equal to V by 2 നമുക്ക് കിട്ടും. EB is equal to V by 2. The gross mechanical power developed by the motor is maximum when back EMF is equal to the applied voltage. ബാക്ക് ഇ എം എഫ് എപ്പോൾ അപ്ലൈഡ് വോൾട്ടേജിനേക്കാൻ്റെ ഹാഫ് ആകുന്നോ ആ സമയത്താണ് മാക്സിമം മെക്കാനിക്കൽ പവർ ഡെവലപ്പ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു പ്രോബ്ലം ഉണ്ട്. എ 220 വോൾട്ട് ഡി സി മെഷീൻ ഹാസ് ആൻ ആർമേച്ചർ റെസിസ്റ്റൻസ് ഓഫ് 0.5 ohm. If the full load armature current is 20 ampere, find the induced EMF when the machine sets as generator and motor. മെഷീൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് എത്രയാണ്? 220 വോൾട്ടേജ് മെഷീനാണ്. ആർമേച്ചർ റെസിസ്റ്റൻസ് 0.5 ohm ആണ്. ഫുൾ ലോഡ് ആർമേച്ചർ കറണ്ട് 20 ആംപിയർ ആണ്. ഫൈൻഡ് ദ ഇൻഡ്യൂസ്ഡ് EMF വെൻ ദി മെഷീൻ ആക്ട്സ് ആസ് ജനറേറ്റർ ആൻഡ് എ മോട്ടോർ. നിങ്ങൾ പ്രോബ്ലം ചെയ്തിട്ട് വേണം ഈ ചെയ്യുന്നത് നോക്കാനായിട്ട്. നമ്മൾ ഫിഗർ വരച്ചു, ആർമേച്ചർ മാർക്ക് ചെയ്തു, ഷണ്ട് ഫീൽഡ് മാർക്ക് ചെയ്തു, ഇ ബി നമ്മൾ ജനറേറ്റ് ചെയ്യൂ, ഐ എ ആർ എ ജനറേറ്ററായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ജനറേറ്റർ ആയതുകൊണ്ടാണ് ഇ ജി ജനറേറ്റഡ് വോൾട്ടേജ് ആയത്. ആ ജനറേറ്റർ വോൾട്ടേജ് നമ്മൾ ഔട്ട് സൈഡ് ഐ എയിലേക്ക് പോയി. ഐ എ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് ഐ എസ് എച്ച് ആയി. ഇവിടെ ജനറേറ്ററിൽ ഐ എ ഈസ് ഈക്വൽ ടു ഐ എസ് എച്ച് പ്ലസ് ഐ ഐ. മോട്ടറിൻ്റെ കണ്ടീഷനിൽ ഇ ബി ആണ്, ബി മാർക്ക് ചെയ്തു. ഇവിടെ ഐ ഈസ് ഈക്വൽ ടു ഐ എ പ്ലസ് ഐ എസ് എച്ച്. ആസ് ജനറേറ്റഡ് ഇ ജി ഈസ് ഈക്വൽ ടു വി പ്ലസ് ഐ എ ആർ എ.
ഇ പ്ലസ് ഐ എ ആർ. ജനറേറ്ററിൽ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുവാണ്. ആ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്ന ഐ എ ആർ എ ഡ്രോപ്പ് കഴിഞ്ഞിട്ടാണ് ബാക്കി ടെർമിനൽ വോൾട്ടേജ് വരുള്ളൂ. അതുകൊണ്ടാണ് ഇ ജി ഈസിക്വൽ ടു വി പ്ലസ് ഐ എ ആർ എ ഈസിക്വൽ ടു 220 പ്ലസ് സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ ഓഫ് ഐ എ ആൻഡ് ആർ എ വി ഗെറ്റ് ഐ എ ഈസിക്വൽ ടു 0.5 into 20 ഈസിക്വൽ ടു 230 വോൾട്ട്. ഓക്കെ. As a motor, EB is equal to V minus IARA. Therefore, 220 minus 0.5 into 20 is equal to 210 volt. Okay. Then next, a 440 volt shunt motor has an armature resistance of 0.8 ohm and field resistance of 20 ohm. 200 ohm. Determine the back EMF when given an input of 7.46 kW at 85 efficiency. ഡാറ്റാസ് നമ്മൾ മാർക്ക് ചെയ്യുക. നിങ്ങൾ സെൽഫായിട്ട് ചെയ്ത് നോക്കുക. ദെൻ ഇതിലേക്ക് നോക്കുക. പ്രോബ്ലം ചെയ്തതിലേക്ക് നിങ്ങൾ നോക്കുക. ഷണ്ട് മോട്ടറിൻ്റെ പടം വരച്ചു. ബാക്ക് ഇ എം എഫ് വി മാർക്ക് ചെയ്തു, ഐ എ മാർക്ക് ചെയ്തു, ഐ എസ് എച്ച് ഐ മാർക്ക് ചെയ്തു, ആർ എ 0.8 ഓം മാർക്ക് ചെയ്തു, ആർ എസ് എച്ച് 200 ഓം മാർക്ക് ചെയ്തു. ഇൻപുട്ട് പവർ ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ എഫിഷ്യൻസി. ദറ്റ് ഈസ് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ദെർഫോർ ഇൻപുട്ട് പവർ ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ ഡിവൈഡ് ബൈ എഫിഷ്യൻസി. അപ്പോൾ ഔട്ട്പുട്ട് പവർ എത്രയാണ്? 7.46 kW ആണ്. അപ്പോൾ 7.46 10⁻³ ഡിവൈഡ് ബൈ എഫിഷ്യൻസി 85%. സോ 0.85 നമ്മൾ എടുത്തു. അപ്പോൾ വി ഗെറ്റ് 8776.47 വാട്ട് നമുക്ക് കിട്ടി. Then we have to get the back EMF. Motor input current is equal to input power divided by voltage. Voltage V 440 volt ആണ്. Therefore we get input power 8776.47 divided by 440. We get 19.95 ampere. Field current ISH is equal to 400 divided by 200. അല്ലേ? വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ISH കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 2.2 ആംപിയർ. ആർമേച്ചർ കറണ്ട് IA ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് മൈനസ് ISH. ദാറ്റ് ഈസ് 19.96 minus 2.2. We get 17.75 ampere. Therefore, back EMF is equal to V is equal to EB is equal to V minus IARA. ഷണ്ട് മോട്ടർ ആയതുകൊണ്ടാണ് V മൈനസ് IARA വന്നത്. 440 മൈനസ് 17.75 ഇൻറ്റു 0.8 ഈസ് ഈക്വൽ ടു വി ഗെറ്റ് 425.8 വോൾട്ട്. ദെൻ ടോർക്ക്. Torque may be defined as the turning or twisting movements of a force about an axis. ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ടേണിംഗ് മൂവ്മെൻറ്റ്, ഒരു ട്വിസ്റ്റിംഗ് മൂവ്മെൻറ്റ് ഓഫ് എ ഫോഴ്സ് എബൌട്ട് ആൻ ആക്സിസ്. ആ ട്വിസ്റ്റിംഗ് മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടോർക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മെഷേർഡ് ബൈ ദ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ദി റേഡിയസ് അറ്റ് വിച്ച് ദ ഫോഴ്സ് ആക്ട്സ്. where small r is the radius, F is the tangential force. Consider a pulley of radius r meter acted upon by a circumferential force F Newton, which causes it to rotate n rps. Revolutions n ആണെന്ന് വിചാരിക്കുക. rps ആണ്, revolutions per second ആണ്. റെവല്യൂഷൻസ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ റെവല്യൂഷൻസ് പെർ മിനിറ്റ് RPM-നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്ന RPS കിട്ടുന്നത്. ദെൻ ടോർക്ക് ഈസ് ഈക്വൽ ടു F ഇൻറ്റു R അക്കോർഡിംഗ് ടു ദ definition. According to the definition, torque is equal to F into R, where is the F is the force and R is the
റേഡിയസ്. അത്രയും ന്യൂട്ടൺ മീറ്റർ നമുക്ക് ടോർക്ക് കിട്ടും. ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടണും ആറിൻ്റെ യൂണിറ്റ് മീറ്റർ ആയതുകൊണ്ട് ടോർക്കിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ കിട്ടുന്നു. വർക്ക് ഡൺ ബൈ ദിസ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു സർക്കംഫറൻസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 2πr ജൂൾ. എഫ് ഇൻറ്റു 2πr ജൂൾ. Therefore, power developed is equal to F into 2πr into n. അത്രയും ജൂൾസ് പെർ സെക്കൻഡ് ഓർ വാട്ട് നമുക്ക് പവർ ഡെവലപ്ഡ് കിട്ടും. അപ്പോൾ ടോർക്കിൽ നിന്ന് നമുക്ക് പവർ ഡെവലപ്പ് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ആർ ഇൻറ്റു 2πn വാട്ട്സ്. 2πn ഈസ് ദ ആംഗുലർ വെലോസിറ്റി ഒമേഗ ഇൻ റേഡിയൻ പെർ സെക്കൻഡ്. 2πn എന്ന് പറയുന്ന ആംഗുലർ വെലോസിറ്റി ഒമേഗയാണ്. എഫ് ഇൻറ്റു ആർ ഈസ് ഈക്വൽ ടു ടോർക്ക് ട്യൂ. ഫോഴ്സ് ഇൻറ്റു റേഡിയസ് ഈസ് ഈക്വൽ ടു ടോർക്ക് എന്ന് നമുക്ക് കിട്ടും ഇൻറ്റു 2πn ഒമേഗ. Therefore, power developed is equal to T into omega or 2πn into T watts. ഇക്വേഷനൊക്കെ ഓർത്തിരിക്കുക, പ്രോബ്ലംസ് വരും. Then armature torque of a motor. Let TA, armature torque TA ആയിട്ട് എടുക്കുക. In Newton meter is the torque developed by the armature of a motor running at n rps. Therefore, power developed is equal to TA into 2πn watts. നേരത്തെ പഠിച്ച പോലെ തന്നെ power developed is equal to torque into 2πn. The electrical power converted into mechanical power in the armature is equal to EBIA. അപ്പോൾ ഇക്വേറ്റിംഗ് 1 and 2, 1 എന്ന് പറയുന്ന പവർ ഡെവലപ്ഡും 2 എന്ന് പറയുന്ന ഇലക്ട്രിക്കൽ പവർ കൺവേർട്ടഡ് ഇൻറ്റു മെക്കാനിക്കൽ പവറുമാണ്. ഇക്വേറ്റിംഗ് 1 and 2 വി ഗെറ്റ് TA ഇൻറ്റു 2πn ഈസ് ഈക്വൽ ടു EBIA. EBIA ഈസ് ഈക്വൽ ടു 5Zn ഇൻറ്റു P/A ഇൻറ്റു IA. Therefore, TA ഇൻറ്റു 2πn ഈസ് ഈക്വൽ ടു 5Zn ഇൻറ്റു P/A ഇൻറ്റു IA. Therefore, TA we get എന്ത് കിട്ടും? 5Zn ഇൻറ്റു P/A ഡിവൈഡ് ബൈ 2π. എന്നും ക്യാൻസൽ ആവും. ഓക്കെ. Therefore, TA is equal to, ഇത് ഇക്വേറ്റ് ചെയ്താൽ we get 0.159 ഇൻറ്റു 5Z ഇൻറ്റു IA ഇൻറ്റു P/A ന്യൂട്ടൺ മീറ്റർ എന്ന് നമുക്ക് കിട്ടും. ആർമേച്ചർ ടോർക്ക് TA ഈസ് ഈക്വൽ ടു 0.159 ഇൻറ്റു 5 ഇൻറ്റു Z ഇൻറ്റു IA ഇൻറ്റു P/A ന്യൂട്ടൺ മീറ്റർ. That is, TA is proportional to 5 into IA. For series motor, TA is proportional to IA square. Then shaft torque. The whole of the armature torque is not available for doing useful work because a certain percentage of it is required for supplying iron and friction losses in the motor. The torque which is available for doing useful work is known as shaft torque. Motor output is equal to TSH into 2πn watts, where TSH is the shaft torque. Therefore, TSH is equal to output in watts divided by 2πn. Therefore, output in watts divided by 2πn by 60 ന്യൂട്ടൺ മീറ്റർ ആണെങ്കിൽ, ഇവിടെ n ഈസ് ഈക്വൽ ടു RPM ആണ്. എന്നിന് RPM ആയതുകൊണ്ടാണ് ബൈ 60 വന്നത്. Therefore, 60 by 2π is into output by n is equal to 9.55 into output by n. Shaft torque. The difference TA minus TSH is known as lost torque. Then next problem. പ്രോബ്ലംസ് ഇത്തിരി സ്പീഡിലാണ് പോകുന്നത്. നിങ്ങൾ സെൽഫായിട്ട് ചെയ്ത് നോക്കണം. പ്രോബ്ലം എഴുതിയെടുക്കുക, പ്രോബ്ലം ചെയ്ത് നോക്കുക.
A 250 volt 4-pole wave-wound DC series motor has 782 conductors on its armature. It has armature and series field resistance of 0.75 ohms. The motor takes a current of 40 ampere. Estimates its speed and gross torque developed if it has a flux per pole of 25 milliweber. സെൽഫായിട്ട് ചെയ്ത് നോക്കുക, ഡാറ്റാസൊക്കെ എഴുതിയെടുക്കുക, സൊല്യൂഷൻ കണ്ടുപിടിക്കുക, പ്രോബ്ലം ഇക്വേറ്റ് ചെയ്യുക, ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദെൻ ആൻസർ നോക്കുക, ചെയ്യുന്ന പ്രോബ്ലം ഇതും ശരിയാണോ എന്ന് നോക്കുക. ഞാൻ സമയം കളയാതിരിക്കാനായിട്ട് ഞാൻ ചെയ്തു പോവുകയാണ്. Data is given: A is equal to 250 volt, P is equal to 4, Z is equal to 782, then RA plus RSC is equal to 0.75 ohm, IA is equal to 40 ampere, phi is equal to 25 milliweber, A is equal to parallel path 2 ആണ്, വേവ് വൗണ്ട് ആയതുകൊണ്ട്. ബാക്ക് എം എഫ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഈ ബി ഈസ് ഈക്വൽ ടു 5Z ഇൻറ്റു പി ബൈ എ. ഈ ബി ഈസ് ഈക്വൽ ടു വി മൈനസ് ഐ എ ആർ എ ഈസ് ഈക്വൽ ടു 250 മൈനസ് 40 ഇൻറ്റു 0.75. ഐ എ 40 ആണ്, ആർ എ 0.75 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 220 വോൾട്ട്. അത് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് N is equal to 5.63 RPS. ഇതിനെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് 338 RPM കിട്ടി. സ്പീഡ് നമുക്ക് കിട്ടി. ദെൻ ടി എ ഇസ് ഈക്വൽ ടു എസ്റ്റിമേറ്റ് ഈസ് സ്പീഡ് ആൻഡ് ഗ്രോസ് ടോർക്കാണ് ചോദിച്ചേക്കണം. അപ്പോൾ ആർമേച്ചർ ടോർക്ക് വേണം നമുക്ക് ഇക്വേഷൻ അറിയാം. 0.159 ഇൻറ്റു 5Z ഇൻറ്റു ഐ എ ഇൻറ്റു പി ബൈ എ ന്യൂട്ടൺ മീറ്ററാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി ഗെറ്റ് 249 ന്യൂട്ടൺ മീറ്റർ കിട്ടി. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രോബ്ലം. എ 220 വോൾട്ട് DC shunt motor runs at 500 RPM when the armature current is 50 ampere. Calculate the speed if the torque is doubled given that RA is equal to 0.2 ohm. We get V is equal to 220 volt, N1 is equal to 500 RPM, IA1 is equal to 50 ampere. IA1 N1 എന്നൊക്കെ പറയുന്ന ആദ്യത്തെ കണ്ടീഷനിലാണ്, ഡബിൾ ചെയ്യണതിന് മുമ്പുള്ളതാണ്. ആൻഡ് TA2 is equal to 2 into TA1, RA is equal to 0.2 ohm. TA2 എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ടോർക്ക് ഈസ് ഡബിൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ആദ്യത്തെ ടോർക്കിനേക്കാളും ഡബിൾ ആവുന്നത്. അതായത് TA2 is equal to 2 into TA1. TA1, IA1, N1 are the torque, armature current and speed is first condition. ആദ്യം പറഞ്ഞ കണ്ടീഷനിലുള്ളതാണ് TA1, IA1, N1 എന്ന് പറയുന്നത്. TA2, IA2, N2 are the torque, armature current and speed at second condition. We know that TA is proportional to phi into IA. ഫ്ലക്സ് കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ ടി ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ എ. ആർമേച്ചർ കറണ്ടിന് പ്രൊപ്പോർഷണൽ തന്നെയാണ് ടോർക്ക്, അറിയാവുന്ന കാര്യമാണ് നമുക്ക്. ദാറ്റ് ഈസ് TA1 ഈസ് പ്രൊപ്പോർഷണൽ ടു IA1 ആൻഡ് TA2 പ്രൊപ്പോർഷണൽ ടു IA2. Therefore TA2 by TA1 is equal to IA2 divided by IA1. TA2 എന്ന് പറയുന്നത് ഡബിളാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. IA2 ഡിവൈഡ് ബൈ 50, IA1 50 ആണ്.
Therefore IA2 is equal to 100 ampere. N2 by N1 is equal to EB2 divided by EB1. Therefore EB1 minus V minus IA1 RI is equal to 220 minus 50 into 0.2. IA1 നമുക്ക് 50 തന്നിട്ടുണ്ട്, RI 0.2 തന്നിട്ടുണ്ട്, EB1 നമുക്ക് മാർക്ക് ചെയ്യാം. That is equal to 210 volt. EB2 200 volt, N2 476 RPM. Then speed of DC motor, EB is equal to V minus IARA, or 5Z by 60 into P by A is equal to V minus IARA. EB ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്തതാണ്. EB എന്ന് പറയുന്നത് 5Z by 60 into P by A എന്ന് നമുക്ക് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ EB is equal to V minus IARA എന്നും പഠിച്ചു. അതുകൊണ്ട് 5Z by 60 into P by A is equal to V minus IARA. ഇക്വേറ്റ് ചെയ്ത സ്പീഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. Therefore N is equal to EB 5 into 60A divided by ZP. ഇത് നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ N is equal to K into EB by 5 എന്ന് പറയും. കാരണം 60A by ZP എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. A എന്ന് പറഞ്ഞാൽ പാരലൽ പാത്ത്, Z എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ്, P എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പോൾസ്. അപ്പോൾ ഇതെല്ലാം കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് N is equal to K into EB by 5 എന്ന് നമുക്ക് കിട്ടും. The speed of a DC motor is directly proportional to the back EMF and inversely proportional to the field flux phi. For series motor, N1 is the speed in the first case, IA1 armature current in the first case, phi1 flux per pole in the first case, N2 by N1 is equal to EB2 divided by EB1 into phi1 minus phi1 divided by phi2 prior to a saturation of magnitude of phi into IA. N2 by N1 is equal to EB2 by EB1 into IA1 by IA2 EB2 by EB1. Then speed regulation. The speed regulation is defined as the change in speed when the load on the motor is reduced from rated value to 0, expressed as percentage of the rated load speed. That is equal to percentage speed regulation is equal to no load speed minus full load speed by full load speed into 100. Then the relation between torque and the speed of a DC motor. The torque of a motor is admittedly a function of flux and armature current, yet it is independent of speed. ഫ്ലക്സിനും ആർമേച്ചർ കറൻറ്റിനും ഫങ്ഷനാണ് ടോർക്ക് എന്ന് പറയുന്നത്. അത് സ്പീഡുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇറ്റ് ഈസ് ദ സ്പീഡ് വിത്ത് ഡിപ്പെൻഡ്സ് ഓൺ ടോർക്ക് ഓൺ നോട്ട് വൈസ് വേഴ്സ. സ്പീഡ് ടോർക്കുമായിട്ട് ബന്ധമുണ്ട്. ദറ്റ് ഈസ് ഈക്വൽ ടു N ഈസ് ഈക്വൽ ടു K ഇൻറ്റു K ബൈ 5 ഇൻറ്റു EB എന്ന് പറയുന്ന സ്ഥലത്ത് K ഇൻറ്റു V മൈനസ് IARA ബൈ 5 ആൻഡ് ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു 5 ഇൻറ്റു IA. From the above relation, the increase in flux would decrease the speed. അല്ലേ, ഫ്ലക്സ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സ്പീഡ് കുറയും. ബട്ട് ഇൻക്രീസ് ഇൻ ദ ആർമേച്ചർ ടോർക്ക് ഇറ്റ് cannot be so because torque always tend to produce rotation. If torque increases, the motor speed must increase rather than decrease. Thank you.